ഹായ് ഫ്യൂച്ചർ ഫാർമസിസ്റ്റ്, വെൽക്കം ടു എലൈറ്റ് എക്സ്പെർട്ടൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എലൈറ്റ് എക്സ്പെർട്ടൈസ് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ്. ഞങ്ങൾ കോച്ചിങ് നൽകുന്നത് ലൈസൻസിങ് എക്സാം ആയിട്ടുള്ള ക്യാപ്സ് അല്ലെങ്കിൽ ഒപ്ര ആൻഡ് PEBC, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ആൻഡ് കാനഡ പോലുള്ള കൺട്രീസിലേക്കുള്ള ലൈസൻസിങ് എക്സാമിന്റെ കോച്ചിങ് സെന്റർ ആണ് എലൈറ്റ് എക്സ്പെർട്ടൈസ്. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഗായത്രി ആണ്. നമ്മൾക്ക് ഇന്നലെ ലാസ്റ്റ് ക്യാപ്സിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. ആസ് യൂഷ്വൽ എലൈറ്റിന് നല്ലൊരു പാസ് പെർസെന്റേജ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്തെ വൺ അമംഗ് ദ സ്റ്റുഡന്റ് ആണ് ഞങ്ങളുടെ ഗായത്രി. വെൽക്കം ഗായത്രി, ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. എന്ത് തോന്നുന്നു ഇപ്പോ? താങ്ക് യു. ആക്ച്വലി ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഓസ്ട്രേലിയൻ ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഫാർമസി കഴിഞ്ഞ എല്ലാ പിള്ളേരുടെ ഒരു ആഗ്രഹമാണ്. എനിക്ക് അതേപോലെ ഓസ്ട്രേലിയൻ ഫാർമസിസ്റ്റ് എന്നുള്ളത് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോ ഞാൻ അന്വേഷിച്ചപ്പോ കുറെ പേര് പറഞ്ഞത് നല്ല ടഫ് എക്സാം ആണ്, 2 പേപ്പേഴ്സ് ഉണ്ട്, ഭയങ്കര ഡിഫിക്കൽട്ടാണ് പാസ് ആവാൻ എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അത് കാരണം ഞാനതിങ്ങനെ എന്താ പറയാ പോസ്റ്റ്പോൺ ചെയ്ത് പോവായിരുന്നു. പിന്നെയാണ് ഞാൻ എലൈറ്റ് എക്സ്പെർട്ടൈസിനായിട്ടും കോണ്ടാക്ട് ചെയ്യണത്. അപ്പൊ അവര് എനിക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം തോന്നി. ഇവിടെ പഠിച്ച് എനിക്ക് പാസ്സാവും, അതുപോലെ തന്നെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. ഗായത്രി എവിടെയാ പഠിച്ചത്? ഏത് കോളേജിലാ? ഏത് ഇയറാ പാസ് ഔട്ട് ആയത്? ആക്ച്വലി ഞാൻ 2014 ഞാൻ ബിഫാമിന് കയറിയിട്ടുള്ളത്, KTN കോളേജ് ഓഫ് ഫാർമസി, ഒറ്റപ്പാലം. അത് കഴിഞ്ഞ് അതെ, എനിക്ക് GPAT ക്വാളിഫൈ ചെയ്യും, ഞാൻ നേരെ ഫാർമസി പ്രാക്ടീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവുകയും ചെയ്തു. 2020. എങ്ങനെയാണ് എലൈറ്റിനെ പറ്റി അറിഞ്ഞത് ഗായത്രി? ആരെങ്കിലും സജസ്റ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണോ? എങ്ങനെയാ അറിഞ്ഞത്? ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ എലൈറ്റ് എക്സ്പെർട്ടൈസിലേക്കല്ല എത്തിപ്പെട്ടത്. ഒരു 2-3 എന്താ പറയാ അവിടെ അക്കാഡമിയിൽ പോയിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിപ്പെടുന്നത്. വളരെ എന്താ പറയാ കോഇൻസിഡന്റ് ആയിട്ടാണ് ഞാൻ ബെറിൽ നിന്നിട്ടുള്ള ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ടായിരുന്നു യൂട്യൂബില്, എലൈറ്റ് എക്സ്പെർട്ടൈസിന്റെ. അതായത് പാസ് ഔട്ട് ആയിട്ടുള്ള ചേച്ചിയുടെ ഇതേപോലത്തെ ഇന്റർവ്യൂ. അപ്പൊ ഞാൻ ജസ്റ്റ് എലൈറ്റിലെ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തപ്പോ അവരെനിക്ക് ചേച്ചിയുടെ നമ്പർ തന്നു. ചേച്ചിയോട് ജസ്റ്റ് ഞാൻ സംസാരിച്ചു. അപ്പൊ ചേച്ചിനോട് പറഞ്ഞു, നീ എത്തിപ്പെട്ടിട്ടുള്ള കറക്റ്റ് പ്ലാറ്റ്ഫോമിലാണ്, വേറെ എവിടേക്കും പോകണ്ട. കാരണം എനിക്ക് തോന്നുന്നു ചേച്ചി കുറച്ച് മുന്നേ ബിഫാം പാസ് ഔട്ട് ആണ് തോന്നുന്നു. പറഞ്ഞു, എനിക്ക് പാസ്സാവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ നീ ഇത്ര തൊട്ട് മുന്നേ പാസ്സായതല്ലേ എംഫാം, അപ്പൊ നിനക്കൊക്കെ ഈസി ആയിട്ട് എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഗ്യാപ്പ് അധികം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ? അതെ, സെയിം ആണെന്ന് തോന്നുന്നു. നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ മോസ്റ്റ്ലി ഒരേ ഒരു വീഡിയോ കണ്ടിട്ടാ വരുന്നേന്ന് തോന്നുന്നുണ്ട്. ഞാനും എലൈറ്റിൽ ജോയിൻ ചെയ്ത് സെയിം ബെറിൽ ചേച്ചിയുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്ത് അവരുടെ വീഡിയോ കണ്ട് അങ്ങനെ തന്നെയാണ് ഞാനും ജോയിൻ ചെയ്തത്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്സിന്റെ ജേർണി എലൈറ്റിന്റെ കൂടെ? ക്യാപ്സിന്റെ ജേർണി എലൈറ്റിന്റെ കൂടെ വളരെ എന്താ പറയാ അടിപൊളിയായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ബിഫാമിന് നമുക്ക് ഇതേപോലെ ഒരു ഗൈഡൻസ് കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇതേപോലെ തെറാപ്പി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാർമസിയുടെ കാൽക്കുലേഷൻ ആയിക്കോട്ടെ, എല്ലാ ഭാഗവും നമുക്ക് കുറച്ചുകൂടി നമുക്കൊരു ബേസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ തെറാപ്പിയൊക്കെ അത്രയധികം പഠിച്ചിട്ടുള്ളത്, ടീച്ചേഴ്സ് നന്നായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഹാരിക മാം നമ്മളെ മറ്റേ ABCD പഠിപ്പിക്കുന്ന പോലെയാണ് എല്ലാം പഠിപ്പിക്കുന്നത് അല്ലേ? ഒരു സ്പൂൺ ഫീഡിങ് ആയിരുന്നു നമുക്ക്. അതെ. സോ എലൈറ്റിന് എത്ര പെർസെന്റേജ് വേറൊരാൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യും ഗായത്രി? 101. അതായത് നമുക്ക് വിശ്വസിക്കാം. കാരണം നമുക്കറിയാലോ ക്യാപ്സിന് എത്രത്തോളം നമ്മള് നമ്മുടെ ഹാർഡ് വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യലി ആണെങ്കിലും ഒക്കെ നമ്മൾ കുറെ അധികം നമ്മള് എന്താ പറയാ അതിനു വേണ്ടി നമ്മൾ ഇൻപുട്ട് ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ് ആവും. അതിന് നമുക്ക് എന്തുകൊണ്ടും നല്ലത് എലൈറ്റ് തന്നെയാണ് അല്ലെ? അപ്പൊ ഞങ്ങളുടെ മെറ്റീരിയൽസും മോക്സും എല്ലാം തന്നെ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ് അല്ലെ എക്സാമുമായിട്ട്? അതെ, നമുക്ക് മോക്സ് ചെയ്യാ, മാഡത്തിന്റെയും സാറിന്റെയും ക്ലാസ് ഒരു 3 times അല്ലെങ്കിൽ 4 times ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷുവർ ആണ് നമ്മൾ പാസ് ആയിട്ടിരിക്കും. അതെ. സോ നമ്മൾ രണ്ടുപേരും ഒരേ പാത്തിലൂടെ വന്നുകൊണ്ട് നമുക്ക് ഒരുപോലെ തന്നെ പറയാലോ അതിനെപ്പറ്റി. സോ ഗായത്രി, കൺഗ്രാറ്റുലേഷൻ വൺ മോർ ടൈം. ഡ്രീംസ് എല്ലാം ഫുൾഫിൽ ആവട്ടെ. ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിലിന്റെ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് ആവാൻ കഴിയട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ജേർണി ഡിയർ. താങ്ക് യു ഡിയർ.
സോ ഗായത്രിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞ പോലെ തന്നെ കുറേയേറെ ഫാർമസിസ്റ്റുകൾ ഉണ്ടാവും നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് പറയാൻ, ഞാൻ ഉൾപ്പെടെ. സോ എന്തിനും ഇഫ് യു ആർ പ്ലാനിങ് ക്യാപ്സ് എഴുതാൻ, ഇപ്പൊ അത് ഒപ്ര ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്ര എഴുതാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് എലൈറ്റ് എക്സ്പെർട്ടൈസ്. ഞങ്ങളുടെ സോഷ്യൽ ഹാൻഡിൽസിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പ്ലീസ് ഷെയർ, കമന്റ് ആൻഡ് ലൈക്ക്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഫാർമസിസ്റ്റ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.